ഇന്ന് വീണ്ടും കേരളത്തിനോട് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രൂരമായിട്ടുള്ള നടപടിയുടെ ഒരു പ്രസ്താവന കൂടി ഇന്ന് കോടതിയിലുണ്ടായിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ചൂരൽമലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു പുനരധിവാസമാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ കടമെഴുതി തള്ളാനുള്ള നടപടി. കേരളത്തിൽ ദുരന്തമുണ്ടായി 17 ദിവസക്കാലത്തിനകത്ത് കേരളം സമർപ്പിച്ച ആദ്യ മെമ്മോറാണ്ടം മുതൽ തുടർച്ചയായി കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്, 3 കാര്യങ്ങളിലൊന്നാണ് 2005 ദുരന്ത നിവാരണ ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം ഇത്തരമൊരു ഘട്ടത്തിൽ ദുരന്തബാധിതർ, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രദേശത്തെ കടബാധിതരുടെ കടങ്ങൾ ഇല്ലാതാക്കാനും പുതിയ ലോണുകൾ കൊടുക്കാനും അവർക്ക് അവകാശം നൽകാൻ കഴിയുന്ന വിധത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനും റെക്കമെൻഡേഷൻ ചെയ്യാം എന്നുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് ചൂരൽമലയിലെ 10, 11, 12 വാർഡുകളിലായി ദുരന്തബാധിതരായ ആളുകളുടെ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാനുള്ള നടപടിയെടുക്കണം എന്ന് കേരളം ആവശ്യപ്പെടുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ സുമോമോട്ടോ എടുത്ത കേസിൽ, കേരളം കക്ഷിയായി കൊടുത്ത കേസല്ല, സുമോമോട്ടോ എടുത്ത് കേരള ഗവൺമെൻറ്റുകളെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെയും ഒക്കെ കക്ഷി ചേർത്തുകൊണ്ടെടുത്ത ഒരു കേസിൽ ആദ്യഘട്ടം മുതൽ കേരളത്തിലെ ഈ 3 ആവശ്യങ്ങളിലൊന്നായിട്ടുള്ള കടബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന ആവശ്യം തുടർച്ചയായി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഹൈക്കോടതി ശ്രദ്ധയപ്പെടുത്തുകയാണ്. പല ഘട്ടങ്ങളിലായി അടുത്ത തവണ പറയാം എന്ന് പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലുമുള്ള കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നാട്ടിലൊക്കെ പറയും, നട്ടാൽ കിളിർക്കാത്ത നുണ പറയുക എന്ന് പറയുന്നത് പോലെ കേരളത്തെ ഒരു വിധത്തിലും മുന്നോട്ട് നയിക്കാൻ അനുവദിക്കില്ലെന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്രൂരമായ നടപടി വീണ്ടും ചൂരൽമലയിലെ ജനങ്ങളുടെ തലയ്ക്കുമീതെ ഒരു പേമാരി പോലെ പെയ്ത അനുഭവമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അഭിഭാഷകൻ കോടതിയുടെ അകത്ത് പ്രഖ്യാപിച്ചത്. കോടതിയുടെ മുമ്പാകെ കടങ്ങൾ എഴുതി തള്ളാൻ പറ്റില്ല എന്ന കർക്കശമായ കേന്ദ്ര നിലപാടിൻ്റെ തീരുമാനം വിശദീകരിക്കവേ തികഞ്ഞ കള്ളമാണ്, പച്ചക്കള്ളമാണ് അവിടെ കേന്ദ്രത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ കോടതി പറയുകയുണ്ടായത്. അതായത് SLBC യോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാണ്, എഴുതി തള്ളാനല്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് 22/8/2024 മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് ചേർന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ മിനിറ്റ്സാണ്. അതിൻ്റെ 3-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയോ കുറഞ്ഞ പലിശ നിരക്ക് പ്രഖ്യാപിക്കുകയല്ല പരിഹാരമെന്നും ലോണുകൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളണമെന്നും അത് ബാങ്കുകളെ സംബന്ധിച്ച വലിയ ബാധ്യതയാകില്ല എന്നും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മിനിറ്റ്സിൽ അങ്ങനെ അച്ചടിച്ചു വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വായ്പ എഴുതി തള്ളൽ ദുരന്തബാധിതരിൽ ഒരർത്ഥത്തിലുള്ള സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുമെന്നും മുഴുവൻ ലോൺ തുകയും എഴുതി തള്ളിയ കേരള ബാങ്ക് ഇക്കാര്യത്തിൽ മാതൃകയാണെന്നും ഇത് മറ്റു ബാങ്കുകൾ മാതൃകയാക്കണമെന്നും 22/8/2024 ചേർന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള അനുവാദങ്ങൾ എത്രയും പെട്ടെന്ന് SLBC നേടിയെടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി RBI, നബാർഡ് എന്നിവയുമായി ആവശ്യമായ ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ മിനിറ്റ്സിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. As concluding remarks, he urged the bankers once again to write off the loan accounts completely of the affected person and instructed the bankers, RBI officials, NABARD to discuss and decide upon the same. മുഖ്യമന്ത്രിയോടൊപ്പം ആ യോഗത്തിൽ പങ്കെടുത്ത സർക്കാരിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ബാങ്കുകളോടും ഇത് എഴുതി തള്ളാനുള്ള നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടു. SLBC യോഗത്തിന് ഇക്കാര്യം ഒറ്റയ്ക്ക് തീരുമാനിക്കാനാകില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ബാങ്കുകളോട് നിങ്ങളുടെ ഡയറക്റ്റ് ബോർഡിൽ ചർച്ച ചെയ്ത് കേരള ബാങ്ക് കാണിച്ച മാതൃക പോലെ നിങ്ങളും ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്നും അത് ദുരന്തബാധിതരിൽ ഒരു സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുമെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അവിടുത്തെ കടങ്ങൾ തയ്യാറാക്കണം എന്ന്
ഈ ദുരന്തം നടന്ന മണിക്കൂറുകൾക്കകം തയ്യാറാക്കിയ പരിപാടിയുള്ള ഒരു ഇനമായിരുന്നു. അവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 46 ബാങ്കുകളിലായി 779 കുടുംബങ്ങൾക്ക് 1207 ലോണുകളിലായി 30,62,57,895 രൂപയാണ് ഇനി ഈ 3 വാർഡുകളിലുള്ള ദുരന്തബാധിതരായ ആളുകൾക്ക് കടമായി ബാങ്കുകളിലുള്ളത്. 46 ബാങ്കുകൾ, 779 കുടുംബങ്ങൾ. ആ 779 കുടുംബങ്ങളിലെ 1ഉം 2ഉമായിട്ടുള്ള 1207 ലോണുകൾ, 1207 ലോണുകളിലായി 30,62,57,895 രൂപ. 2 മാസക്കാലം മുമ്പ് അവസാനം ഫർണിഷ് ചെയ്ത കണക്കാണ് ഈ കണക്ക്. യഥാർത്ഥത്തിൽ ബാങ്കുകളോട് SLBC യോഗത്തിൽ സർക്കാർ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണെന്നിരിക്കെ, SLBC യോഗത്തിൽ കേരളം ബാങ്കുകളോട് ആവശ്യപ്പെടുക മാത്രമല്ല, കേരളത്തിന് ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന വിധത്തിൽ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 13 വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തരം ഘട്ടത്തിൽ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായിട്ടുള്ള, സിവിയർ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള കേസുകളിൽ ആ നാട്ടിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവകാശം. എന്തുകൊണ്ടാണ് അവകാശം എടുക്കാത്തത്? നോക്കൂ, കേരളത്തിന് ഈ പണം തരാതിരിക്കാൻ, ഈ കടങ്ങൾ എഴുതിത്തള്ളാതിരിക്കാൻ കേരളത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ കേന്ദ്രം സമർപ്പിച്ച ഒരു നിർദ്ദേശവും കോടതിക്ക് ബോധ്യമായില്ല. ഒരു കാര്യം കേന്ദ്രം പറഞ്ഞത്, കോവിഡ് കാലത്ത് തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോൺ എഴുതിത്തള്ളുന്നതിന് ബാങ്കുകളോട് നിർദ്ദേശിക്കാനുള്ള പരിമിതിയാണ് കേന്ദ്രം ആദ്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞു, ഇത് കോവിഡ് കാലത്ത് ജീവനോപാധി നഷ്ടമായിട്ടില്ല, കുറച്ച് കാലത്ത് ആളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോടതി തന്നെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ കോവിഡ് കാലം പോലെയല്ല ഇത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ ആ കഥ ഇനി നിങ്ങൾ പറയണ്ട. കോടതി ചോദിച്ചു, സെക്ഷൻ 13 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെക്ഷൻ 13 എന്തുകൊണ്ട് കോടതി പരിഗണിക്കുന്നില്ല? അതിന് കോടതിയുടെ അഭിഭാഷകൻ പറഞ്ഞ മറുപടി അതിനേക്കാൾ വിചിത്രമാണ്. ഈ റിലീഫ് ഇൻ ലോൺ റീപേയ്മെൻറ്റ് എക്സിട്ര എന്നതിൽ നിയമം കൃത്യമായി പറയുന്നുണ്ട്, ദ നാഷണൽ അതോറിറ്റി മേ in case of disaster of severe magnitude recommended relief in repayment of loans or for grant of fresh loans to the person affected by the disaster on such concessional items, concessional terms as may be appropriate. ഈ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ പറയുകയാണ് കോടതിയോട്, ഇവിടെ മേ എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നോക്കൂ, എത്ര ലജ്ജാകരമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. കോടതി അതിന് പറഞ്ഞ കൃത്യമായ മറുപടിയുണ്ട്. മേ ഉപയോഗിച്ചാലും ഷാൽ ഉപയോഗിച്ചാലും ഈ ആക്ട് എന്തിനു വേണ്ടിയാണെന്നും ഈ ആക്ടിൻ്റെ വികാരം എന്താണെന്നും കേന്ദ്ര ഗവൺമെൻറ്റിനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ നിയമം? വളരെ കൃത്യമായി കോടതി ആ കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി. കോടതി പറഞ്ഞു 35 കോടി രൂപയാണ് SLBC യോഗത്തിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. 6 കോടിയോളം രൂപ അതിൽ കേരള ബാങ്കിൻ്റെയാണ്. അവർ കാണിച്ച നടപടി പ്രകാരമാണ്. ആ നടപടി തുടരാൻ കേന്ദ്ര ഗവൺമെൻറ്റും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും തയ്യാറാകണം. എന്ന് മാത്രമല്ല, കോടതി പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് 2018 മുതൽ ആവശ്യപ്പെട്ടിട്ടും കേരളത്തിന് അതിസൂക്ഷ്മ ലിഡാർ ഡാറ്റ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതിവേഗം ആ ഡാറ്റ കൊടുക്കണം. ചുരുക്കത്തിൽ കേരളത്തിനെ ഒരു വിധത്തിലും സഹായിക്കാനാകില്ല എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിക്രൂരമായ സമീപനം, മനുഷ്യത്വമായ സമീപനം മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തും ഇനി നടപ്പിലാക്കും എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലൊരു ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നങ്ങൾ ഏത് വിധത്തിലും പരിഹരിക്കും. അവിടുത്തെ ബാധിതരെയും ഗവൺമെൻറ് ഒറ്റയ്ക്കാക്കില്ല. എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ കേന്ദ്രത്തിനോട് ചോദിക്കുന്നത്? അത് കേരളത്തിൻ്റെ അവകാശമാണ്. 3.5 കോടി മലയാളി, കേരളം എന്ന നാട്ടിൽ മലയാളം ഭാഷയായി ജീവിക്കുന്ന മലയാളി ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കണ്ടേ? കേരളത്തിന് ലഭ്യമാകുന്ന ഒരു അവകാശത്തിന് വേണ്ടി നിരന്തരമായി കേരളം ചോദ്യം ചോദിക്കുന്ന ഒരു തെറ്റാണോ? കേന്ദ്ര ഗവൺമെൻറ് ആ കടബാധിതരെ ഒറ്റപ്പെടുത്താനുള്ള നടപടി തുടർച്ചയായി സ്വീകരിക്കുകയും ഈ പ്രശ്നങ്ങളിൽ ഇനി തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ കേരളത്തിൻ്റെ വഴി നോക്കും. ആ കടബാധിതരുടെ പ്രശ്നം പരിഗണിക്കും. ആ കടബാധിതരെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഈ തീരുമാനമെടുത്താൽ അവരുടെ സിബിൽ സ്കോറിനെ പിന്നെ അത് ബാധിക്കില്ല. അല്ലെങ്കിൽ കടമടച്ചാലും പണമടച്ചാലും അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. ഞാൻ ഈ നേരത്തെ വായിച്ച പോർഷൻ അനുസരിച്ച് കടമെഴുതി തള്ളിയാൽ പുതിയ കടമെടുക്കാനുള്ള അവകാശം പോലും അവർക്ക് നിലനിൽക്കും. സിബിൽ സ്കോറിനെ ബാധിക്കില്ല. പണമടയ്ക്കൽ മാത്രമല്ല പ്രശ്നം, അത്
കേരളത്തിൻ്റെ ഒരു അവകാശമാണെന്ന് മാത്രമല്ല ഈ മേഖലയിലെ ജനങ്ങൾക്ക് തുടർ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ലോണുകൾ പിന്നെയും എടുക്കാൻ സിവിൽ സ്കോറിനെ ബാധിക്കാത്ത വിധത്തിലൊരു നടപടി വേണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് ഇന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ഉറപ്പിച്ച് ആ നിലപാട് വേണം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കേന്ദ്രത്തിൻ്റെ മനുഷ്യത്വരഹിതമായ കണ്ണിൽ ചോരയില്ലാത്ത എല്ലാ ഘട്ടത്തിലും ഇത് തുടരുകയല്ലേ. മെമ്മോറാണ്ടത്തിനോട് ഇതേ സമീപനം, PDNA ഇതേ സമീപനം, ബഡ്ജറ്റിൽ ഇതേ സമീപനം. കേവലം ലോൺ മാത്രമായി കേരളത്തെ ഒതുക്കുന്ന വിധത്തിലുള്ള നയസമീപനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും, ഗവൺമെൻറ്റിന് മാത്രമല്ല മലയാളിക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കേണ്ടി വരും. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന നിവാരണ നിയമത്തിൽ കടം എഴുതിത്തള്ളാൻ വ്യവസ്ഥയുണ്ട്. എഴുതിത്തള്ളാത്ത ബാങ്കുകളുടെ നടപടി ഹൃദയശൂന്യതയാണ് എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളുണ്ട്. കോടതി ആ കടുത്ത വിമർശനത്തിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 13 നിർദ്ദേശിക്കേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അതൊരു റൈറ്റാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ ആക്ടിലെ ഒരു റൈറ്റാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ അഭിപ്രായം പറയാൻ. നേരത്തെ ഇതേ സമീപനം തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ വന്ന IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അത് ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറാണെന്ന് പറഞ്ഞത് രേഖ അനുസരിച്ച് 1 മാസത്തിനുള്ളിലാണ്. പക്ഷേ അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കൂടി പിന്നെയും പ്രഖ്യാപിക്കാൻ 2 മാസം എടുത്തു. 3 മാസം കഴിഞ്ഞപ്പോൾ തീരുമാനമായി, എന്നിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിട്ടും 2 മാസം കാത്തിരുന്ന് ഡിസംബർ 30-നാണ് അത് പ്രഖ്യാപിച്ചത്. 5 മാസക്കാലം. 1-ാമത്തെ മാസം IMCT എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പിന്നെയും 4 മാസം വൈകിച്ചതുപോലെ കോടതി ഈ ഹൃദയശൂന്യതയെക്കുറിച്ച് പറഞ്ഞത് ബാങ്കുകളുടെ മാത്രമല്ല, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടിയാണ്. അതൊരു റൈറ്റാണ്. അത് വേണം കേരളത്തിൽ.